വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രി ആഘോഷങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇന്നത്തെ വിഷയം. ശുക്ലപക്ഷ ദ്വിതീയ മുതൽ ദശമി വരെ 9 ദിവസം നടക്കുന്ന സരസ്വതി പൂജയാണ് നവരാത്രി എന്ന പേരിൽ നവരാത്രി ഉത്സവം എന്ന പേരിലും കൊണ്ടാടുന്നത്. ഭാദ്രപദത്തിലെ ശുക്ലപക്ഷ ദ്വിതീയ ദിവസം പൂജയ്ക്കൊരുക്കി പൂജ തുടങ്ങുന്നു. പൂജാസ്ഥലം ക്ഷേത്രാങ്കണമായി ഒരുക്കുന്നു. അഷ്ടഭുജയായ ദേവിയുടെ ചിത്രമോ മൂർത്തിയോ പൂജയ്ക്ക് വയ്ക്കുന്നു. വലത്തും ഇടത്തുമായി മഹാകാളിയുടെയും ലക്ഷ്മിയുടെയും ചിത്രങ്ങൾ വയ്ക്കുന്നു. മിക്ക ദേവന്മാരുടെയും മൂർത്തികളോടുകൂടിയ പൂജാമണ്ഡലം അലങ്കരിക്കുന്നു. നിലവിളക്കുകൾ കത്തിച്ച് പൂജയും നിവേദ്യവും നടത്തുന്നു. കൂട്ടത്തിൽ അവരവരുടെ തൊഴിലിനനുസരിച്ചുള്ള വസ്തുക്കളും പുസ്തകങ്ങളും വയ്ക്കുന്നു. നവമി വരെ 2 നേരം പൂജ നടത്തി ദശമി ദിവസത്തെ പൂജയോടെ സമാപിപ്പിക്കുന്നു. പൂജ സമാപിച്ചു കഴിഞ്ഞാണ് വിദ്യാരംഭം നടത്തുന്നത്. വിദ്യാരംഭം ഒരു സംസ്കാരമാണ്, ആചാരമാണ്, ഒരു ചടങ്ങാണ്. ജനനം കഴിഞ്ഞാൽ നാമകരണം, അന്നപ്രാശം അഥവാ ചോറൂണ്, വിദ്യാരംഭം, വിദ്യാഭ്യാസം ഇവയെല്ലാം ആദ്യകാല ചടങ്ങാണ്. ഇത് മനുഷ്യജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതുമാണ്. ഈ ചടങ്ങുകളെല്ലാം ജാത്യാചാര മര്യാദകളനുസരിച്ച് നടത്തുന്നു. വിദ്യാരംഭത്തിന് എഴുത്തിനിരുത്തുക എന്നാണ് ഗ്രാമീണ ഭാഷയിലെ പ്രയോഗം. ആദ്യാക്ഷരം കുറിപ്പിക്കുന്ന ആചാരമാണ് വിദ്യാരംഭം. ജ്ഞാനപാതയിലേക്കുള്ള മനുഷ്യജീവൻ്റെ ആദ്യ ചുവടുവയ്പ്പാണിത്. ജ്ഞാനത്തിലെത്താൻ മനുഷ്യന് കുഞ്ഞുനാൾ മുതൽ പല ചവിട്ടുപടികൾ കയറേണ്ടതുണ്ട്. അതിലെ ആദ്യ ചവിട്ടുപടിയാണ് വിദ്യാരംഭം. അതുകൊണ്ട് അതിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിന് ജ്ഞാനിയും ശുദ്ധ മനസ്കനും ഈശ്വര ചിന്തകനുമായ ആചാര്യനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തെന്നാൽ ഈശ്വര ചിന്തയോടുകൂടി ഈശ്വര സ്മരണയോടുകൂടി തുടങ്ങുന്ന ഏതൊരു കർമ്മവും പവിത്രമാണ്, മെച്ചപ്പെട്ടതാണ്, ശ്രേഷ്ഠമാണ്, ഫലവത്താണ്. ഇതിൽ നിന്നും ഒരിക്കലും ദോഷം സംഭവിക്കുകയില്ല. ആ കർമ്മം നടത്തുന്നത് ഒരു പവിത്ര സ്ഥലത്താണെങ്കിൽ ഏറെ മെച്ചമാണ്. അതിനാൽ മിക്ക ആളുകളും പവിത്ര സ്ഥാനമായ ക്ഷേത്രാങ്കണത്തിലൊരുക്കുന്ന നവരാത്രി പൂജയുടെ സമാപന ദിനമായ വിജയദശമിക്കാണ് വിദ്യാരംഭം കുറിക്കുന്നത്. സ്ഥാനം പരിശുദ്ധം, ആചാര്യൻ പരിശുദ്ധൻ, ഈശ്വരവിശ്വാസി, ദേവസന്നിധി ഇതെല്ലാം തന്നെ കർമ്മത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. പ്രഭാതത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കണം. വീട്ടിലാണ് വിദ്യാരംഭം കുറിക്കുന്നതെങ്കിൽ സരസ്വതീ ദേവിയുടെ ചിത്രം വെച്ച് അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കണം. ഒരു താലത്തിൽ മുളക്കനരി 3 നാഴിയോ 5 നാഴിയോ എടുത്ത് വിളക്കത്തു വയ്ക്കണം. അക്ഷരം കുറിപ്പിക്കുന്ന ആൾ കുളിച്ചൊരുങ്ങി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതിയെ ഒരുക്കണം. അതായത് ഒരു നാക്കിലയിൽ അവൽ, മലർ, പഴം, ശർക്കര, തേങ്ങ ഇവയെല്ലാം വയ്ക്കണം. സാമ്പ്രാണി പുകയ്ക്കുന്നത് നന്ന്. ആചാര്യൻ വിളക്കിന് മുന്നിൽ ആസനസ്ഥനായി കുട്ടിയെ മടിയിലിരുത്തി താലത്തിൽ അരിയിൽ എഴുതിക്കുന്നതിനു മുൻപ് സ്വർണം കൊണ്ട് കുഞ്ഞിൻ്റെ നാവിൻ തുമ്പിൽ ഓം എന്നോ ഹരി എന്നോ എഴുതണം. പിന്നീട് അരിയിൽ ഹരിശ്രീ എഴുതിക്കണം. വലതു കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് അരിയിൽ എഴുതിച്ച് പറയിക്കണം. ഒടുവിൽ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു എന്ന് പറയിക്കണം. പിന്നെ ദക്ഷിണ വാങ്ങി ആചാര്യന് പിരിയാം. ക്ഷേത്രങ്ങളിലെ നവരാത്രി മണ്ഡപത്തിലാണെങ്കിൽ പൂജവെപ്പ് കഴിഞ്ഞ് പ്രത്യേക ഒരുക്കങ്ങളൊന്നും വേണ്ട. ആചാര്യൻ ചടങ്ങ് നടത്തിയാൽ മതി. ഉത്തരേന്ത്യയിൽ നവരാത്രി പൂജ ദസറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. തമിഴ് ബ്രാഹ്മണർ കൊലുവെച്ച് അഥവാ ബൊമ്മകൾ പലതരം വെച്ച് ആരാധിക്കുന്നുണ്ട്. നവരാത്രി കാലത്ത് ചിലർ കന്യാപൂജ നടത്തുന്ന പതിവുണ്ട്. അതായത് 2 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കന്യകകളെ
ക്ഷണിച്ചു വരുത്തി സ്വീകരിച്ചിരുത്തി നിലവിളക്ക് കൊളുത്തി വെച്ച് കന്യകയെ പീഠത്തിലൊരുത്തി കാൽ കഴുകിച്ച് ഊണും പൂജയും ദക്ഷിണയും കൊടുത്ത് പറഞ്ഞയക്കുന്ന പതിവാണ് കന്യാപൂജ. ചിലർ 9 ദിവസവും ഈ ചടങ്ങ് നടത്തുന്നു. ഒരു ദിവസമെങ്കിലും ഈ ചടങ്ങ് നടത്താത്തവർ വിരളമാണ്. കേരളത്തിൽ തമിഴ് ബ്രാഹ്മണരിൽ ഈ ചടങ്ങ് നടത്തുന്നവരുണ്ട്.